ദക്ഷിണ ഭാരതത്തിലെ ഒരു സ്വതന്ത്ര മുസ്ലിം രാജ്യമായിരുന്നു ഡക്കാൻ സുൽത്താനത്തായ ബീജാപ്പൂർ സുൽത്താനത്ത്. ബീജാപ്പൂർ സുൽത്താനത്തിലെ പരമ്പരാഗത ഭരണാധികാരികളായിരുന്നു ആദിൽ ഷാഹിമാർ. അവർ മുഗളന്മാരായിരുന്നില്ല. ബീജാപ്പൂർ സുൽത്താനത്തും മറാഠ പ്രദേശങ്ങളും നിരന്തര സംഘർഷത്തിലായിരുന്നു. ഛത്രപതി ശിവാജിയാണ് മറാഠയുടെ ഏകീകരണം നടത്തി ബീജാപ്പൂർ സുൽത്താനത്തിലെ പല കോട്ടകളും പിടിച്ചെടുത്ത് മറാഠ സാമ്രാജ്യം സ്ഥാപിച്ചത്. സർവമത സമ്മതി, സ്വരാജ്, മറാഠ സമ്പ്രദായം, ശിവപുരാണ പ്രചോദനം, സനാതന ധർമ്മപാലനം, ഭവാനി ദേവിയുടെ ആരാധന എന്നിവയിലൂന്നിയ ഹിന്ദു രാജ്യമായിരുന്നു മറാഠ സാമ്രാജ്യം. ശിവാജി ജന്മമെടുക്കുമ്പോൾ ശിവനേരിക്കോട്ടയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ബീജാപ്പൂർ സുൽത്താനത്തിന്റെ അധീനതയിലായിരുന്നു. തികഞ്ഞ ഹിന്ദു വിരുദ്ധതയാലുള്ള സ്ത്രീപീഡനം, കൊള്ള, ക്ഷേത്രങ്ങൾ തകർക്കൽ എന്നിവ ശിവാജി യോദ്ധാവായി ചെറുത്തുനിൽപ്പ് തുടങ്ങും വരെ ബീജാപ്പൂർ സാമ്രാജ്യത്തിലെ നിത്യസംഭവങ്ങളായിരുന്നു. ജീവിതത്തിലുടനീളം അനീതികൾക്കെതിരെ പടവാളേന്തിയ വീര ശിവാജി ബീജാപ്പൂർ സുൽത്താനത്തുമായും മുഗളന്മാരുമായും ഏറ്റുമുട്ടി അവരെയൊക്കെ പരാജയപ്പെടുത്തി സനാതനധർമ്മത്തിലുറച്ച മറാഠ സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചു. രാഷ്ട്രം കണ്ട ഏറ്റവും മഹാനായ പോരാളി, രാജ്യസ്നേഹി, സനാതനി തുടങ്ങി വിശേഷണങ്ങൾക്കതീതനായ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിനെതിരെ ശബ്ദിക്കുവാനോ അതിനെ നശിപ്പിച്ചു വിജയിക്കുവാനോ ഒരു വൈദേശികരെയും ആ മഹാത്മാവ് അനുവദിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച മഹായോദ്ധാവായ വീര ശിവാജിയുടെ കാലഘട്ടത്തിനു ശേഷം സുൽത്താൻമാരും മുഗളന്മാരും പിന്നീട് യൂറോപ്യന്മാരും ഭാരതത്തെ കുറെ കാലം കൊള്ളയടിക്കാനിടയായി. എങ്കിലും ആ വീരയോദ്ധാവിൻ്റെ സ്മരണ മറാഠയിൽ മാത്രമല്ല ഭാരതം മുഴുവൻ അനേകം രാഷ്ട്രസ്നേഹികൾക്ക് ആവേശം പകർന്നുകൊണ്ടേയിരുന്നു. ശിവാജി കാട്ടിയ തേജസ്സുറ്റ പാതയിലൂടെ അവർ സധീരം സഞ്ചരിച്ചു. ശിവാജിയുടെ മരണത്തിന് ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ജ്യോതിറാവു ഭൂലെ അദ്ദേഹത്തിൻ്റെ പൈതൃകം പുനരുജ്ജീവിപ്പിച്ചു. പിന്നീട് ബാലഗംഗാധര തിലകിനെ പോലെയുള്ള ഇന്ത്യൻ ദേശീയവാദികൾ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തി. ഹിന്ദുത്വ പ്രവർത്തകർ അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. ബാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, നേതാജി, വീര സവർക്കർ അങ്ങനെ പോരാളികളുടെ ഒരു നീണ്ട നിര തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഒടുവിൽ ഭാരതം സ്വതന്ത്രമായി. ശിവാജിയുടെ ഓർമ്മകൾ ആത്മാഭിമാനമുള്ള ഭാരതീയരെ ഇന്നും പ്രചോദിപ്പിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ നേരിടുന്നതിന് നമ്മെ ജാഗരൂകരാക്കുന്നു. ധീരപോരാളി ഛത്രപതി ശിവാജിയുടെ വിശാലമായ ജീവിതകഥയിൽ നിന്നും ഏതാനും ഏടുകൾ തിരഞ്ഞെടുത്ത് നൃത്തശില്പത്തിനു യോജ്യമായ രീതിയിൽ ചില സന്ദർഭങ്ങളെ മാറ്റിയെഴുതി മാന്യ പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കുന്നു. ഛത്രപതി. രാജ്യസ്നേഹത്തിനെ പ്രോജ്വലിപ്പിക്കുന്ന ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ ജീവിതകഥ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ മാനവസേവാ മാധവസേവാ കൂട്ടായ്മയോട് കൃത അക്കാദമിയുടെയും മീര ശ്രീരാജിന്റെയും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നൃത്തശില്പത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. അഭിനയിക്കുന്നവർ: ശിവാജി 1 അഞ്ജിത മനോജ്, ശിവാജി 2 സാധിക സതീഷ്, ആദിൽ ഷാ സൗമ്യ സുരേഷ്, അഫ്സൽ ഖാൻ തന്മയ നായർ, സായിബായി ആൻഡ് ബ്രൈഡ് നിത്യ രാജ്, ഷാഹജി ഐശ്വര്യ സതീഷ്, ജീജാബായി അദിതി കെ അച്യുതൻ, രണദുള്ള ഖാൻ ഷാജിന അജിത്, ശംഭുജി അനന്യ മനോജ്, ദാദോജി ഗാഗ ഭട്ട് ഇഷിക വി നായർ, ഗോപാൽ പന്ത് സംഹിത ശങ്കർ, കൃഷ്ണഭട്ട ഷൈജ ദിലീപ്, സന്യാസിനി അമന്യ മേനോൻ, മാവലർ ഡാൻസർ സോൾജിയർ യാമിനി ലക്ഷ്മണസ്വാമി, രാഗിണി നമ്പ്യാർ, അഭിഷി നായർ, ദേവന സുരേഷ്, ആദിത്യ പ്രതാപ് സിംഗ്, ദക്ഷ സുരേഷ്, അദ്വൈക നായർ, അമിഷ ദിലീപ്, അനിക രാകേഷ്, വാമിക ലാൽ ആൻഡ് മീനാക്ഷി PM. ശബ്ദം നൽകിയവർ: ആദിൽ ഷാ ശ്രീകുമാർ വരത്ര, ശിവാജി സുരേഷ് ഉണ്ണിത്താൻ, അഫ്സൽ ഖാൻ ഷിബിൻ ചന്ദ്രൻ, ഷാഹജി ശ്രീകുമാർ V, ജീജാബായി അഞ്ജലി ശ്രീകുമാർ, രണദുള്ള ഖാൻ ശംഭുജി രാഹുൽ ഉണ്ണിത്താൻ, ദാദോജി ബിപിൻ കെ രാജ്, ശിവാജി അഞ്ജിത മനോജ്, ഗോപാൽ പന്ത് സുഭാഷ് നായർ, കൃഷ്ണഭട്ട വിജയകുമാരൻ നായർ, ഗാഗ ഭട്ട് ശ്രീജിത്ത് CJ, മാവലർ AV കേശവൻ, ഉണ്ണികൃഷ്ണൻ നായർ, സന്യാസിനി അശരീരി മീനായസ് ഉണ്ണിത്താൻ, മാവലർ സത്യപാലൻ സത്യൻ മേനോൻ, പ്രണവ് ശ്രീകുമാർ. രംഗസജ്ജീകരണം: അഞ്ജലി ശ്രീകുമാർ, രമ്യ വിജയൻ, അനുഷ രാകേഷ്. സാങ്കേതിക സഹായികൾ: ശ്രീകുമാർ വരത്ര, ജയചന്ദ്രൻ മേനോൻ, രാഹുൽ ഉണ്ണിത്താൻ, വിനായക് ബാബു NS. സന്നദ്ധ സേവകർ: അക്ഷിത് കൃഷ്ണൻ, സനൽ നായർ, ഗണേഷ് കൃഷ്ണ, അഖിൽ S കുമാർ, അശ്വിൻ A കേശവ്. തിരക്കഥ സംഭാഷണം: സുരേഷ് ഉണ്ണിത്താൻ. നൃത്തസംയോജനം സംവിധാനം
മീര ശ്രീരാജ്. സനാതന വിശ്വാസികൾക്ക് ബീജാപ്പൂർ സുൽത്താന്റെ ആക്രമണങ്ങളാൽ സമാധാനമായി ജീവിക്കുവാൻ കഴിയാതിരുന്ന ബീജാപ്പൂരിന്റെ ഭാഗമായ ശിവാജിയുടെ ജന്മസ്ഥലമായ ശിവനേരിയിൽ നിന്നും നൃത്തശില്പം ആരംഭിക്കുന്നു. സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗൈ യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ സമിതി സമാനി സമാനം മനസാ. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവ, സർവചരാചരങ്ങളുടെയും ആശ്രിതനായ വിഷ്ണു ഭഗവാനെ, അധർമ്മികളുടെ സംഹാര പുരുഷനായ കൈലാസനാഥ, നിങ്ങളിൽ ആരും ഇതൊന്നും കാണുന്നില്ലേ? മാ ഭവാനി ദേവിയും ഞങ്ങളെ കൈവിട്ടുവോ? ഹൈന്ദവ ധർമ്മത്തെ വിശ്വസിക്കുന്നു എന്നത് പൊറുക്കുവാൻ കഴിയാത്തൊരു അപരാധമാണോ ദേവി? സനാതനത്തിൽ വിശ്വസിച്ച സ്ത്രീകളുടെയും പിഞ്ചു പെൺകുട്ടികളുടെയും പോലും മാനം കവരപ്പെടുമെന്നത് എവിടുത്തെ നീതിയാണ്? പൂജകൾ ചെയ്ത് ഉപജീവനം നടത്തുന്നവരും ക്ഷേത്രം പരിപാലിക്കുന്ന ഭക്തരും പുരോഹിതരും പണ്ഡിതരും ഒന്നും ബീജാപ്പൂരിന്റെ മക്കളല്ലേ? സേനാനായകൻ രണദുള്ള ഖാൻ സ്ത്രീകളെ ബഹുമാനിക്കുകയും വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. ഒരു രാജ്യം പിടിച്ചടക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുക എന്നതാണ്. പ്രലോഭനം, ഭയപ്പെടുത്തൽ, ഈ രണ്ടു വഴികളാണ് വിശ്വാസത്തെ പരിവർത്തനം ചെയ്യുവാനുള്ള കുറുക്കു വഴികൾ. ഇതിൽ ഭയപ്പെടുത്തുക എന്നതാണ് എളുപ്പമാർഗം. സ്ത്രീകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനും ബലാത്കാരം ചെയ്യുന്നതിനും ജനങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ക്ഷേത്രങ്ങൾ തകർത്തു തരിപ്പണമാക്കുന്നതിനുമൊക്കെ സേനാനായകൻ രണദുള്ള ഖാനും സൈന്യവും ഗംഭീര തുടക്കമിട്ടു. അഭിനന്ദനങ്ങൾ. അവർക്ക് ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ബലാത്കാരത്തിന് വിധേയയായൊരു സ്ത്രീയുടെ മാനം ആർക്കും പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയില്ല. ആക്രമണ വിധേയയായ അവളുടെ കുടുംബം ഒന്നാകെ നീറി മാനസികമായി തകരും. ഈ മുൽക്കൊന്നാകെ ഭയപ്പാടിലാകും. അതാണ് നമുക്ക് വേണ്ടത്. അവിടുത്തെ ഉത്തരവ് പോലെ സുൽത്താൻ. ബീജാപ്പൂർ സാമ്രാജ്യത്തിൽ സുൽത്താന്റെ വാക്കുകൾക്ക് അടിയൻ എതിർവാക്കില്ലാതാക്കും. അങ്ങൊന്ന് ആജ്ഞാപിച്ചാൽ ഈ ഭഗവാന്മാരെ പൂജിച്ച് നടക്കുന്നവർക്കെതിരെ ബീജാപ്പൂർ സേനാനായകൻ പ്രത്യേക ചുങ്കമേർപ്പെടുത്തും. എതിർത്ത് ശബ്ദിക്കുന്നവന്റെ തലയറിഞ്ഞ്
ഗ്രാമത്തിന്റെ മധ്യത്തിലുള്ള മലശിഖരങ്ങളിൽ കാറ്റിന് കളിക്കാൻ പറ്റിയ ഭാഗത്തിൽ കെട്ടി തൂക്കിയിട് ഞാൻ. नमोऽस्तु ते महादेवी शिवे कल्याणि शाम्भवी प्रसीद वेदविनुते जगदम्ब नमोऽस्तु ते जगतामादिभूता त्वं जगत्त्वं जगदाश्रया एकाप्यनेकरूपासि जगदम्ब नमोऽस्तु ते सृष्टिस्थितिविनाशानां हेतुभूते मुनिस्तु ते प्रसीद देव विनुते जगदम्ब नमोऽस्तु ते जगदम्ब नमोऽस्तु ते हिते जय शम्भोर्दयिते महामते कुलदेवी नमोऽस्तु ते सदा हृदि मे तिष्ठयतोऽसि सर्वदा तुळजापुरवासिन्या देव्यः स्तोत्रमिदं परं यः पठेत् प्रयतो भक्त्या सर्वान् कामान् स आप्नुयात्. അമ്മേ, ഈ മണ്ണ് വിതുമ്പുകയാണ്. അക്രമം മാത്രം കൈമുതലാക്കിയ കടന്നുകയറ്റക്കാരായ സൈനികരുടെ ക്രൂരതയാൽ ജനങ്ങൾ ആകെ ഭയപ്പെട്ടിരിക്കുന്നു. ആ അധമരുടെ കാലൊച്ചകൾ പ്രജകളുടെ കാതിനെ പ്രകമ്പനം കൊള്ളിക്കുന്നു. പിഞ്ചു പെൺകുരുന്നുകൾ പോലും ഭയചകിതരായി ഹൃദയ നൊമ്പരത്തോടെ ഓടി ഒളിക്കുന്നു. ക്ഷേത്രങ്ങളും മൂർത്തികളും തച്ചുടയ്ക്കപ്പെടുന്നു. ക്ഷേത്രാങ്കണം ഭക്തരുടെ മൃതശരീരങ്ങളാൽ ശവപ്പറമ്പ് കണക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു. നെയ്യും പാലും കൊണ്ട് നിത്യേന അഭിഷേകം നടത്തിയിരുന്ന പരിപാവനമായ മൂർത്തികൾക്ക് പുരോഹിതരുടെ രക്തത്താൽ അഭിഷേകങ്ങൾ നടക്കുന്നു. ഈ ദുഷ്ടന്മാരുടെ വാളുച്ചകൾ കൊണ്ട് രാജ്യം ഭൂകമ്പ സമാനമായിരിക്കുന്നു. അമ്മേ ഭവാനി, ഇതിനൊരു അവസാനം ഉണ്ടാകില്ലേ? നീതിയും ധർമ്മവും ഒക്കെ പാറക്കെട്ടുകൾ കണക്കെ ചലനമറ്റിരിക്കുകയാണോ മാതാവേ? അവിടുന്ന് മാത്രമാണ് ഇനി ആശ്രയം. രക്ഷിക്കണം അമ്മേ, രക്ഷിക്കണം. ജിജാഭായി, നിന്റെ പ്രാർത്ഥനയിൽ രോക്ഷാഗ്നിയുടെ ജ്വലിക്കുന്ന നാളങ്ങൾ ഞാൻ ദർശിക്കുന്നു. ദുഃഖിക്കരുത് പുത്രി. ഏതൊരു ദുർഘടഘട്ടത്തിനും അല്പായുസ്യയും ഭൂമിയെ പുൽകാൻ പാഞ്ഞെടുക്കുന്ന തിരമാലകൾ മൗനമായി ആഴങ്ങളിലേക്ക് തിരികെ പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ദുഷ്ടതയ്ക്കുള്ള ഉപഹാരം ദുഷ്ടരുടെ പ്രാണനാണ്. സിംഹക്കുട്ടിക്ക് പിറവി കൊടുത്ത നീ വെറുതെ ദുഃഖിച്ചിരിക്കേണ്ടവളല്ല. മകന് ഗർജിക്കുവാനുള്ള പാഠങ്ങൾ പകർന്നു കൊടുത്താൽ മതി. നിന്റെ മകൻ ദുഷ്ടരുടെ അന്ത്യം കുറിച്ച് സ്വരാജ്യത്തിന്റെ ജ്വാലകൾ സൃഷ്ടിക്കും. ആ അഗ്നിനാളങ്ങളിൽ രാജ്യദ്രോഹികൾ വെന്തു വെണ്ണീറാകും. നിന്റെ മകൻ ദേശത്തിന്റെ പ്രതിജ്ഞയും പ്രതീകവുമാണ്. ധൈര്യമായിരിക്കും. മാ ഭവാനി ശരണം, മാ ഭവാനി ശരണം. പ്രാർത്ഥന കഴിഞ്ഞു തായേ. മാ ഭവാനിയോട് എന്നെ പറ്റി പറഞ്ഞോ? പ്രാർത്ഥന കഴിഞ്ഞു പുത്ര. എന്റെ പുത്രൻ
ഒരു സിംഹക്കുട്ടിയാണെന്നും ഈ രാജ്യത്തിന്റെ സ്വരാജനായി അവതാരമെടുത്തവനാണെന്നും മാ ഭവാനി ദേവി അശരീരിയിൽ കൂടി അരുൾ ചെയ്തു. സിംഹക്കുട്ടിയോ? ഞാനൊരു മനുഷ്യക്കുട്ടിയല്ലേ മാതാശ്രീ? പുത്ര, അധർമ്മിയായ ഹിരണ്യകശിപുവിനെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ നരസിംഹമായി രൂപമെടുത്ത് നഖങ്ങളാൽ കുടൽ വിച്ഛേദിച്ചാണ് നിഗ്രഹിച്ചത്. തന്നെ ആശ്രയിക്കുന്ന ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. എന്റെ പുത്രനും മറാഠയിൽ എങ്ങും രാജദ്രോഹികൾ നടത്തുന്ന അരാജകത്വത്തിനും അനീതിക്കും സ്ത്രീ പീഡനങ്ങൾക്കും ദുർഭരണത്തിനുമെതിരെ സിംഹരൂപമെടുക്കണം. ഗുരു ദാദോജി കോൺദേവു, ഗുരു ശംഭു മഹാദേവു, രണ്ടുപേർക്കും എന്റെ പ്രണാമം. ഗുരുക്കന്മാരെ വന്ദ്യപ്രണാമം. ഗുരു ദാദോജി, അങ്ങന്റെ മകനെ ഭരണ കൗശലങ്ങൾ പഠിപ്പിക്കണം. ഗുരു ശംഭുജി, അങ്ങ് ശിവാജിക്ക് ആത്മീയതയും ധർമ്മബോധവും പകർന്നു നൽകണം. ശിവാജിയെപ്പോലെ സമർത്ഥനായ ഒരു ശിഷ്യനെ ലഭിച്ചതിൽ ഞാൻ ധന്യനാണ്. ശിവാജിയുടെ മാതാവ് ജിജാഭായ് ശിവാജിയെ ഇതിനകം തന്നെ പ്രായത്തിൽ കവിഞ്ഞ ജ്ഞാനിയും ഉത്തമ ധൈര്യശാലിയുമായി മാറ്റിക്കഴിഞ്ഞു. മാതാവ് പറഞ്ഞു കേൾപ്പിച്ച വേദങ്ങളിലെയും പുരാണങ്ങളിലെയും കഥകൾ കേട്ട് ശിവാജി ധൈര്യവും നീതിയും ആത്മാഭിമാനവുമുള്ള രാജ്യത്തിനായി സമർപ്പിക്കപ്പെട്ട പോരാളിയായി മാറിക്കഴിഞ്ഞു. ശിവാജിയുടെ കുതിരസവാരി, വാൾപ്പയറ്റ്, ശസ്ത്ര നൈപുണ്യം, കോട്ടയുദ്ധം, ഗറില്ല യുദ്ധം തുടങ്ങിയ യുദ്ധമുറകളിലുള്ള പ്രാവീണ്യം കണ്ട ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലെ പാണ്ഡവരെ അനുസ്മരിപ്പിക്കുന്ന യുദ്ധപാടവമാണ് ശിവാജിക്ക്. ഗുരു ശംഭുജി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ധീരനും ബുദ്ധിമാനുമായ ശിവാജിയെ ഭരണകൗശലങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല. ശിവാജി മറാഠ സാമ്രാജ്യത്തിൽ ഒന്നടങ്കം സ്വരാജ്യത്തിന്റെ വെണ്ണിക്കൊടി പാർപ്പിക്കും, എനിക്കുറപ്പാണ്.
എൻ്റെ രക്തതുല്യ സഹോദരങ്ങളെ, നമ്മുടെ ജനങ്ങൾ എന്തൊക്കെ പീഡനങ്ങളാണ് സഹിക്കുന്നതെന്ന് നിങ്ങളും കാണുന്നില്ലേ? നമ്മുടെ ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്നു. ഭക്തിനിർഭരമായ ക്ഷേത്രാങ്കണങ്ങൾ മൗനത്തിൽ മുങ്ങിയിരിക്കുന്നു. നമ്മുടെ കർഷകർ ചവിട്ടി മെതിക്കപ്പെടുന്നു. നമ്മുടെ സഹോദരിമാരുടെ മാനത്തിൻ്റെ നെറുകയിൽ കരിനിഴലുകൾ വീഴുന്നു. അമ്മമാരുടെ നേത്രങ്ങൾ കരഞ്ഞു കണ്ണീർ വറ്റപ്പെട്ടിരിക്കുന്നു. സഹിക്കുവാൻ കഴിയുമോ നമുക്കിതൊക്കെ? നാം സംഘടിക്കണം. ചതിയന്മാർക്ക് ചതിയിൽ കൂടി തിരിച്ചടി നൽകണം. എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന അഹങ്കാരത്താൽ ഈ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന അധമരെ ഗൊറില്ല യുദ്ധരീതിയിൽ ഒളിഞ്ഞിരുന്നാക്രമിക്കണം. മാവലേ മേഖലയിലെ മാവലരുടെ കൈക്കരുത്തിനു മുന്നിൽ സനാതന വിരോധികൾക്ക് പിടിച്ചു നിൽക്കുവാനാകില്ല. ഭീതിയുടെ രാത്രികൾ അവസാനിക്കണം. സ്വരാജ്യത്തിന്റെ പ്രഭാതം ഉദിക്കണം. വേണ്ടേ? ശിവബ, ഞങ്ങൾ സാധാരണക്കാരല്ലേ? ഞങ്ങൾക്ക് സേനയില്ല, ആയുധങ്ങളില്ല, പണമില്ല.
ഞങ്ങൾക്കെങ്ങനെ സുൽത്താനോടും സുൽത്താന്റെ സേനയോടും പടപൊരുതി പിടിച്ചു നിൽക്കാനാകും? സേനകളെ നിർമ്മിക്കുന്നത് സ്വർണം കൊണ്ടും പണം കൊണ്ടുമല്ല, ധൈര്യമാണ് മികവുറ്റ സേനകളെ ഉരുത്തെടുക്കുന്നത്. ധൈര്യം മാവലർക്ക് ജന്മസിദ്ധമാണ്. ഏതൊരു സുൽത്താന്റെയും വീര്യത്തെക്കാൾ 10 മടങ്ങാണ് നിങ്ങളിൽ ഓരോരുത്തരുടെയും ധീരത. ഈ മലനിരകൾ മറ്റാരെക്കാളും നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ മലകൾ നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഈ മലകളിൽ കാറ്റുപോലെ നിങ്ങൾക്ക് പായുവാൻ കഴിയും. മാനിനെപ്പോലെ പാറക്കെട്ടുകളിൽ കയറുവാൻ നിങ്ങൾ മിടുക്കരാണ്. മിന്നൽ പോലെ നിങ്ങൾക്ക് ശത്രുവിന്റെ മേൽ പതിക്കുവാൻ കഴിയും. ഇവയൊക്കെയാണ് വിലയേറിയ ആയുധങ്ങൾ. ബീജാപ്പൂർ സുൽത്താന്റെ സേനയ്ക്ക് മലനിരകളെ ഒഴിവാക്കി ബീജാപ്പൂരിൽ സഞ്ചാരം സാധ്യമല്ല. അവിടെയാണ് മാവലരുടെ യുദ്ധതന്ത്രങ്ങൾ വിജയിക്കേണ്ടത്. ശിവബ നയിക്കുന്ന മാവലരെ ഒരു സുൽത്താനും തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ശിവബ ഒന്ന് ആജ്ഞാപിച്ചാൽ സ്വരാജിനു വേണ്ടി ഞങ്ങൾ മാവലർ ജീവൻ ബലി നൽകും. ഞാൻ നിങ്ങളുടെ ജീവൻ ചോദിക്കുന്നില്ല. അത് നഷ്ടപ്പെടുത്താതെയുള്ള പോരാട്ടമാണ് വേണ്ടത്. എനിക്ക് വേണ്ടത് ഈ ഭൂമിയോടുള്ള നിങ്ങളുടെ സ്നേഹവും കൂറുമാണ്. നമ്മുടെ ജനതയോടുള്ള പ്രതിബദ്ധതയാണ്. അധർമ്മത്തെ ഹിംസിക്കുവാൻ പ്രതിജ്ഞയെടുത്ത മാവലരുടെ ധർമ്മനിഷ്ഠയും പോരാട്ടവീര്യവുമാണ്. അതാണ് എനിക്ക് വേണ്ടത്. മാവലർ സ്വരാജ്യത്തിന്റെ ജാഗരണക്കാരാകണം. മഹാരാജ്, ഞങ്ങൾ അങ്ങയോടൊപ്പം പൊരുതാൻ തയ്യാറാണ്. ശിവബ, ഈ മണ്ണ് ഗർജിക്കും. സിംഹക്കൂട്ടത്തിന്റെ പെട്ടുപോയ മാനെ പോലെയാകും സുൽത്താന്റെയും പടയാളികളുടെയും അവസ്ഥ. എല്ലാവരും മുട്ടുകുത്തി നിങ്ങളുടെ കൈകൾ ഈ പുണ്യഭൂമിയിൽ സ്പർശിച്ചു വെച്ച് ഞാൻ പറയുന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലൂ. ഈ പുണ്യഭൂമി എന്റെ മാതാവാണ്. മാതാവിന്റെ സംരക്ഷണം എന്റെ ചുമതലയാണ്. ഞാൻ ഈ പുണ്യനാടിനെ മരണം വരെയും സംരക്ഷിക്കും. ഈ പുണ്യഭൂമി എന്റെ മാതാവാണ്. മാതാവിന്റെ സംരക്ഷണം എന്റെ ചുമതലയാണ്. ഞാൻ ഈ പുണ്യനാടിനെ മരണം വരെയും സംരക്ഷിക്കും. दुश्मन कटेगा धरती
ആരെവിടെ? ആ മാർഗഹീനനായ ശിവാജിയുടെ പിതാവ് ഷാഹജിയെ കൂട്ടിക്കൊണ്ടുവരും. ഉത്തരവ് പോലെ. ഓഹോ, വന്നല്ലോ ബീജാപൂരിന്റെ സൈന്യാധിപൻ ഷാഹജി ഭോസ്ലെ. സ്വന്തം മകനെ രാജ്യ താൽപര്യപ്രകാരം നിലയ്ക്ക് നിർത്തുവാൻ കഴിയാത്ത സൈന്യാധിപന് സ്വന്തം സൈന്യത്തെ നേർവഴിക്ക് നയിക്കാൻ കഴിയുമോ സേനാധിപതിയെ? സൈന്യാധിപതി ഷാഹജി, നിങ്ങൾ ബീജാപൂരിന്റെ സൈന്യാധിപൻ മാത്രമല്ല, തെക്കൻ ബീജാപൂരിന്റെ സർവ്വ ഭരണാധികാരവും വഹിക്കുന്ന ജാഗീർദാർ കൂടിയാണ്. പോരാത്തതിന് ആ വഴിപിഴച്ച സന്തതി ശിവാജിയുടെ അർദ്ധ സഹോദരൻ സംഭാജി ഭോസ്ലെ, ഷാഹജിക്ക് തുക്കാബായിയിൽ പിറന്ന മറ്റൊരു തലതെറിച്ചവൻ, അവൻ ബീജാപൂർ സേനയിൽ നുഴഞ്ഞു കയറി ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റിയിട്ട് സഹോദരൻ ശിവാജിക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് നാം അറിയുന്നില്ലെന്ന് കരുതിയോ പിതാമഹനെ? പ്രഭു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങ് നാളിതുവരെ ഇത്തരത്തിൽ എന്നോട് പ്രകോപിതനായി സംസാരിച്ചിട്ടില്ല. അവിടുത്തെ ഓരോ പുകഴ്ത്തലുകളിലും അപമാനത്തിന്റെയും ഇകഴ്ത്തലുകളുടെയും ശബ്ദം അടിയൻ തിരിച്ചറിയുന്നു. ആത്മാഭിമാന വ്യഥയാൽ ഉള്ളം തകരുകയാണ്. അങ്ങിത്ര പ്രകോപിതനാകുവാൻ എന്താണ് കാരണം പ്രഭു? അഭിനയിക്കുന്നുവോ ദുഷ്ടാത്മാക്കളുടെ പിതാവേ? ഒന്നും അറിഞ്ഞില്ലല്ലേ? കേവലം 15 വയസ്സുള്ള നിങ്ങളുടെ മകൻ ശിവാജി ബീജാപൂർ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളായ ടോർണ, പുരന്തർ തുടങ്ങിയ കോട്ടകൾ പിടിച്ചെടുത്ത് സ്വതന്ത്ര ഭരണം പ്രഖ്യാപിച്ചത് ഇനിയും അറിഞ്ഞില്ലല്ലേ? അഭിനയവും നാടകവും ഒക്കെ കൊള്ളാമല്ലോ. സ്വന്തം രാജ്യത്തിലെ കോട്ടകൾ പിടിച്ചടക്കിയതറിയാത്ത പാവം സൈന്യാധിപൻ. അതോ ഒക്കെയും അവിടുത്തെ ഒത്താശയോടെ മകൻ നടത്തിയ സ്വരാജ്യവൽക്കരണമാണോ? ആരെവിടെ? പടയാളി സംഭാജിയെ മുഖം കാണിക്കുവാൻ പറയും. ഉത്തരവ് പോലെ. ബീജാപൂർ സേനാനായകൻ അഫ്സൽ ഖാൻ ഒറ്റുകാരനായ ഈ പടയാളി സംഭാജിയെ സ്വന്തം അച്ഛൻ ഷാഹജിയുടെ മുന്നിലിട്ട് നിഷ്ഠൂരമായി വധിക്കുവാൻ നാം ഉത്തരവിടുന്നു. അങ്ങനെയെങ്കിലും ഈ അച്ഛന് പശ്ചാത്താപം തോന്നട്ടെ. ഉത്തരവ് പോലെ. മകനെ, എന്റെ മകനെ. ഇതാണോ പേരുകേട്ട സുൽത്താൻ ആദിൽ ഷായുടെ വീരകൃത്യങ്ങൾ? നിരായുധനായ ഒരുവനെ സ്വന്തം അച്ഛന്റെ മുമ്പിൽ കുരുതി കൊടുക്കുന്നതാണോ സുൽത്താന്റെ വീരധർമ്മം? അപമാന ഭാരത്താൽ ഈ സൈനാധിപന്റെ ശിരസ്സു പിളരുന്നു. മനസ്സാ വാച അറിയാത്ത ആരോപണങ്ങളാണ് അങ്ങനിൽ ആരോപിച്ചത്. അപ്പോഴൊന്നും ഞാൻ തളർന്നില്ല. പക്ഷേ നിരപരാധിയായ സ്വന്തം മകന്റെ ക്രൂരവധം കാണേണ്ടി വന്ന ഒരച്ഛനായ എനിക്ക് ഇനിമേൽ വേണ്ട ഈ സൈന്യാധിപന്റെ കുപ്പായവും ജാഗ്രതാർ അധികാരങ്ങളും. ഓ, അവിടുന്ന് ക്ഷമിക്കണം. അധികാരക്കുപ്പായം വലിച്ചെറിയുവാൻ വരട്ടെ. രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയാത്ത ബധിരനും മൂകനുമായ സൈന്യാധിപന്റെ കുപ്പായവും മുഷ്കുകളും ഞാൻ അഴിച്ചു മാറ്റാം. ഇത്തരത്തിലൊരു ദ്രോഹിയായ സൈന്യാധിപനെ ബീജാപൂരിന് വേണ്ട. ആരവിടെ? ഉത്തരവ്. മുൻ സർവ്വ സൈന്യാധിപനായ ഷാഹജിയെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ തുറങ്കലിൽ അടയ്ക്കുവാൻ നാം ഉത്തരവിടുന്നു. സുൽത്താൻ സാമ്രാജ്യത്തിന്റെ ഈ കാഫിറിനെ കൊണ്ടുപോയി അനിശ്ചിതകാലത്തേക്ക് തുറങ്കലിൽ അടയ്ക്കൂ. പ്രഭു, അവിടത്തേക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് അടിയൻ ഉണർത്തുവാൻ പോകുന്നത്. അടിയനോട് തിരുവള്ളക്കേടുണ്ടാകരുത്. തിരുവുള്ളക്കേടോ? പറയൂ സതീർത്ഥ്യ. അവിടുത്തെ പ്രിയപത്നി സൈബായി രോഗബാധയാൽ സ്വർഗവാസം വരിച്ചു. എന്താണ് അടുത്ത വാർത്ത? കഴിയില്ല പ്രഭു, അതറിയിക്കാൻ എനിക്ക് ഭയമാകുന്നു. സ്വരാജ്യ പ്രക്ഷോഭത്തിനായി പുറപ്പെട്ട സൈനികർക്ക് ഭയമോ? പാറ പോലെ ഉറച്ച മനസ്സോടെ നിലകൊള്ളുമെന്നല്ലേ ഞാനും താങ്കളുമൊക്കെ സ്വരക്തം ചീന്തി അവയാൽ തിലകമണിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത്? ഭയക്കാതെ പറയൂ,
എന്തും കേൾക്കുവാൻ ഈ മറാഠയുടെ പുത്രൻ മാനസികമായി പരിവർത്തനപ്പെട്ടു കഴിഞ്ഞു. പറയൂ, ധൈര്യമായി പറയൂ. അങ്ങയുടെ നിരായുധനായ സഹോദരൻ ശംഭാജിയെ സുൽത്താൻ ആദിൽ ഷായുടെ ഉത്തരവ് പ്രകാരം സേനാനായകൻ അഫ്സൽ ഖാൻ മൃഗീയമായി വധിച്ചു പ്രഭു. പരമപൂജനായ പിതാവ് ഷാഹജിയെ നിഷ്ഠൂരം തുറങ്കലിൽ അടച്ചു. എല്ലാത്തിനും കാരണം അവിടുന്ന് ബീജാപ്പൂർ കോട്ടകളായ ടോർണയും പുരന്തറും പിടിച്ചടക്കി സ്വരാജ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണെന്നാണ് ആദിൽ ഷായുടെ കുറ്റാരോപണം. ആരിത്? ബീജാപ്പൂരിന്റെ പുതിയ സുൽത്താനോ? ഒരു തിരുത്തുണ്ട്. ബീജാപ്പൂരിന്റെ പുതിയ സുൽത്താനല്ല ഞാൻ. സ്വരാജ്യ പ്രഖ്യാപനം ജീവിത ലക്ഷ്യമാക്കിയ നിന്റെയൊക്കെ വൈദേശിക ഭരണങ്ങളുടെ അന്തകനാണ് ഞാൻ. ഭാരതമാതാവിന്റെ നെറുകയിൽ ചവിട്ടി നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന സിന്ദൂര വിപ്ലവത്തിനും സഹോദരിമാരുടെ ആത്മാഭിമാനത്തിനും നിന്റെയൊക്കെ രക്തം വാർന്നെടുത്ത് മറാഠയുടെ ചുറുചുറുക്കുള്ള പടയാളികൾ ചരിത്രം രചിക്കും. നീയൊക്കെ കാഫിറുകൾ എന്ന് വിളിക്കുന്ന ഹൈന്ദവ പേശീബലത്തിന്റെ കാഠിന്യം നിന്റെയൊക്കെ മാറു പുലർത്തി ശിരസ് മുറിച്ച് കഴുകന്മാർക്ക് ഒരു നേരത്തെങ്കിലും അന്നമാക്കി മാറ്റാതെ ഇനി വിശ്രമമില്ല ഖാൻ. ഈ പുരാണമൊക്കെ എത്ര കേട്ടിരിക്കുന്നു ശിവാജി. ഭവാനി ഭക്തനായ ശിവാജിക്ക് സ്വന്തം അച്ഛന്റെ കാരാഗ്രഹമോചനത്തിൽ തെല്ലും ആശങ്കയില്ലല്ലേ? കിടന്ന് പുഴുത്ത് ചാകട്ടെ അച്ഛൻ. നമുക്ക് സ്വരാജ്യമാണല്ലോ വലുത്. ദുഷ്ടരായ മക്കൾക്ക് ജന്മം കൊടുത്താൽ കൊടുത്തവൻ അതിന്റെ ദുഷ്ടതകളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുമെന്നോ മറ്റോ അല്ലേ നിങ്ങളുടെ ചില ഓലക്കെട്ടുകളിലൊക്കെ കോറിയിട്ടിരിക്കുന്നത്? അല്ല അഫ്സൽ ഖാൻ, അല്ല. നീ കേട്ടതും ധരിച്ചിരിക്കുന്നതും ഒന്നുമല്ല സനാതനധർമ്മത്തിന്റെ പൊരുളും വസ്തുതകളും. നിരായുധരെ വധിക്കുന്നത് പോയിട്ട് ഉപദ്രവിക്കുക പോലും വരുതെന്നാണ് എന്റെ ധർമ്മം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുമെന്നർത്ഥം. ഒരു സിംഹാസനത്തിനായി രണ്ടു സഹോദരന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകാതിരിക്കുവാൻ ഒരുവൻ എല്ലാം ഉപേക്ഷിച്ച് 14 വർഷത്തെ വനവാസത്തിനു പോയപ്പോൾ സഹോദരനായ ഭരതൻ വനവാസത്തിനു പോയ രാമന്റെ പാദുകങ്ങൾ വെച്ച് പൂജിച്ച നാടാണിത്. നിന്റെ ചെറിയമ്മ എന്നെ കൊണ്ട് അപരാധങ്ങൾ ചെയ്യിപ്പിക്കുന്നു രാമ. നീ സേനാപതിയാണ്. നീ പറയുന്നതേ സേന അനുസരിക്കൂ. എന്നെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് രാമൻ രാജ്യാഭിഷേകം നടത്തണമെന്ന അച്ഛൻ ദശരഥന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത പുരുഷന്മാരിൽ ഉത്തമനായ ശ്രീരാമന്റെ നാട്. കോപാകുലനായ ലക്ഷ്മണൻ ആയുധമെടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആർക്കെതിരെ ആയുധമെടുക്കണം? ചെറുപ്പത്തിൽ ചൂട് തന്നുറക്കിയ ചിറ്റമ്മയ്ക്കെതിരെയോ? സ്വന്തം മുടിയിഴകളിൽ ഒരെണ്ണം നരച്ചതു കണ്ട് എന്നെ രാജാവാക്കുവാൻ നിഷ്കർഷിച്ച അച്ഛൻ ദശരഥനെതിരെയോ? അതോ തനിക്ക് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറായി നടക്കുന്ന സഹോദരൻ ഭരതന്റെ സ്നേഹത്തിനെതിരെയോ? ഈ 3 പേരിൽ ഞാൻ ആരെ വധിക്കണമെന്നായിരുന്നു രാമന്റെ ചോദ്യം. അല്ലെങ്കിലും ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്തു കാര്യം? പണ്ടെങ്ങോ എഴുതി വെച്ചൊരു കിതാബിലെ കാര്യങ്ങൾ ലോകാവസാനം വരെ മാറ്റമില്ലാതെ തുടരണമെന്ന് വാദിക്കുന്ന നിന്നോട് ധർമ്മത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അധികാരത്തിനും സിംഹാസനത്തിനുമായി സ്വന്തം സഹോദരന്റെ തലവെട്ടുന്ന കാട്ടറബി സംസ്കാരവും അച്ഛനെ കാരാഗ്രഹത്തിലിട്ടിട്ട് സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കുന്ന പാരമ്പര്യവും നിന്റേതാണ്. നീ ഒന്നോർക്കുക, നിരായുധനായ എന്റെ പാവം സഹോദരൻ സംഭാജിയെ കൊലപ്പെടുത്തിയ നിന്നെയും നിന്റെ സുൽത്താനെയും ഞാൻ വെറുതെ വിടില്ല. അഫ്സൽ, മറാഠ സ്വരാജ് പടയാളികളുടെ കൈക്കരുത്തറിയുമ്പോൾ കലിമ ചൊല്ലുവാൻ പോലും നിനക്കൊന്നും സമയം ലഭിക്കില്ല. ഓർത്തുവെച്ചാൽ നിനക്കും നിന്റെ സുൽത്താനും നല്ലത്. ഞാൻ തിരിച്ചടിക്കാതെ ആത്മസംയമനം പാലിക്കുന്നത് പേടിച്ചിട്ടല്ല. എൻ്റെ അച്ഛൻ എനിക്കെല്ലാമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പോറലു പോലും ഏൽക്കുന്നത് എനിക്ക് സഹിക്കുവാൻ കഴിയില്ല. പിതാവിന്റെ മോചനത്തിനായി ഞാൻ സ്വന്തം ജീവൻ പോലും നൽകാൻ തയ്യാറാണ്. പറയൂ, എന്താണ് പിതാവിന്റെ മോചനത്തിന് പ്രത്യുപകാരമായി നീയും നിന്റെ സുൽത്താനും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്?
അധികമൊന്നും വേണ്ട ശിവാജി. ആക്രമണങ്ങളൊക്കെ അവസാനിപ്പിക്കണം. ബീജാപ്പൂർ സാമ്രാജ്യത്തോട് അനുസരണയുള്ള ഒരു സാധാരണ പ്രജയായി സ്വയം മാറണം. താങ്കൾ ബീജാപ്പൂർ രാജാവിന്റെ വിശ്വസ്തനായ ദാസനാണെന്ന് ആദിൽ ഷാ ചക്രവർത്തിക്ക് ഒരു ചെറിയ കത്തെഴുതണം. പിതാവിനെ വിട്ടുകിട്ടുവാനായി സനാതന പോരാളിക്ക് ഈ മാറ്റങ്ങളൊന്നും വലിയ കാര്യമൊന്നുമല്ലല്ലോ. പിതാവിന്റെ മോചനത്തിനായി എന്റെ മുന്നിൽ വേറെ വഴികളില്ലാതില്ല അഫ്സൽ ഖാൻ. താങ്കൾക്ക് മറാഠ പോരാളികളുടെ ബുദ്ധിയെയും ശക്തിയെയും പറ്റി തുലവും അറിവില്ല. ആദിൽ ഷാ സുൽത്താന്റെ മന്ത്രിപരിവാരങ്ങളായ മുസ്തഫ ഖാൻ, മുല്ല മുഹമ്മദ് തുടങ്ങി പടയാളികളിൽ ഭൂരിപക്ഷവും ഞാനൊന്ന് ഞൊടിച്ചാൽ എന്റെ വിരൽത്തുമ്പിന്റെ ചലനങ്ങൾക്കനുസൃതമായി നൃത്തമാടും. സുൽത്താന് ഭക്ഷണം പാകം ചെയ്യുന്നവർ പോലും എന്റെ ചൊൽപ്പടിയിലാണെന്ന് മറക്കരുത് ഖാൻ. മാതാവ് പറഞ്ഞു തന്ന ചാണക്യന്റെ വചനങ്ങൾ കേട്ട് വളർന്നവനാണ് ഞാൻ. പല ജന്മം ജനിച്ചാലും മറാഠകളെ മനസ്സിലാക്കുവാനോ തോൽപ്പിക്കുവാനോ വൈദേശികർക്ക് കഴിയില്ല ഖാൻ, ഒരിക്കലും കഴിയില്ല. നിർത്തൂ താങ്കളുടെ വാചാടോപം. തീരുമാനം പറയൂ. പിതാവിന്റെ മോചനത്തിനായി ഞാൻ മുന്നോട്ട് വെച്ച ഉപാധികൾക്ക് താങ്കൾ തയ്യാറാണോ? സുൽത്താൻ ആദിൽ ഷായോട് പറഞ്ഞുകൊള്ളൂ, ബീജാപ്പൂർ സമാധാനത്തിന്റെ പാതയിലേക്കാണെന്ന്. പക്ഷേ എന്റെ പിതാവിന്റെ ശരീരത്തിൽ ഒരു ഇല പോലും വീണാൽ അത് സർവനാശത്തിലേക്കായിരിക്കുമെന്നും പറഞ്ഞേക്കണം. ഞാൻ കരുതിയതുപോലെ അല്ല ശിവാജി. അതിബുദ്ധിമാനാണ്. പോരും പോർവിളികളും സ്വരാജുമൊക്കെ സ്വന്തം പിതാവിന്റെ ജീവനേക്കാൾ മഹത്തരമല്ലെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവൂ. ഞാൻ അങ്ങയുടെ തീരുമാനം സുൽത്താനെ അറിയിച്ച് അങ്ങയുടെ പിതാവിന്റെ മോചനത്തിനായി വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ആരിത്? എന്റെ പുത്രൻ ശിവാജിയോ? മകനെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. നിന്റെ പത്നി സൈബായുടെ മരണവാർത്ത അറിഞ്ഞെങ്കിലും മകൻ എത്തുമെന്ന് അമ്മ കിനാവ് കണ്ടിരുന്നു. വരുകില്ലെന്ന് അറിഞ്ഞപ്പോഴും അമ്മ തെല്ലും ദുഃഖിച്ചില്ല. വൈദേശിക കരങ്ങളിൽ നിന്നും ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിനായി സ്വരാജിനുമായി എന്റെ പുത്രൻ പോരാട്ടത്തിലാണല്ലോ എന്ന് ഓർത്ത് നിന്റെ അമ്മ അഭിമാനിച്ചു, സമാശ്വസിച്ചു. മരണാസന്നയായ നിന്റെ പത്നി എന്നെ ഏൽപ്പിച്ചു പോയ നിന്റെ പുത്രൻ സംഭാജിയും അതിസാഹസികനാണ് മകനെ. കുടുംബത്തെക്കാൾ പ്രാധാന്യം സ്വരാജിനാണെന്ന് അമ്മയല്ലേ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത്? സാരമില്ല, ഇനി അമ്മയോടൊപ്പം ഞാനും ഉണ്ടാകും. പിതാവിന്റെ മോചനത്തിനായി ഞാൻ ആക്രമണങ്ങളൊക്കെ അവസാനിപ്പിച്ച് സുൽത്താന് കത്തെഴുതി ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ഓഹോ, അങ്ങനെയാണല്ലേ പിതാവിനെ മോചിപ്പിച്ചത്? നിനക്കു വേണ്ടി നിലനിന്നു എന്ന ഒറ്റ കാരണത്താൽ നിന്റെ സഹോദരന്റെ ജീവൻ കവർന്ന അഫ്സൽ ഖാനോടും ആദിൽ ഷാ സുൽത്താനോടും നീ പൊറുത്തുവല്ലേ മകനെ? സ്വന്തം സഹോദരന്റെ ജീവന് ഇത്ര വിലയേ ഉള്ളൂവല്ലേ? നിന്റെ പിതാവ് സുൽത്താന്റെ രാജ്യസഭയിൽ അധിക്ഷേപിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതുമൊക്കെ നീ മറന്നുവല്ലേ? വീരനായ മറാഠയുടെ പുത്രൻ ജിജാബായിയുടെ ഉദരത്തിൽ പിറന്ന സാഹസികനായ പോരാളി, മാ ഭവാനിയുടെ ദേശ സംരക്ഷകൻ, വാളേന്തിയ കൈകളിൽ വളകൾ അണിഞ്ഞ് ദുഷ്ടനായ ബീജാപ്പൂർ സുൽത്താന്റെ സേവകനാവാൻ തീരുമാനിച്ചുവല്ലേ? ബലേ ഭേഷ്! ഈ മാതാവിന് സന്തോഷമായി മകനെ. നിന്റെ മകൻ സംഭാജിയും ഇതൊക്കെ കണ്ടുപഠിക്കട്ടെ. മറാഠയിലെ ജനങ്ങളുടെ സ്വത്തും സ്ത്രീകളുടെ ആത്മാഭിമാനവും മാ ഭവാനി രക്ഷിക്കട്ടെ. ഭവാനിയുടെ പുത്രന്മാർ ഭീരുക്കളായി മാറിയല്ലോ. മാതാശ്രീ, ദയവായി മതിയാക്കൂ. ഈ കാതുകൾക്കിനി അവിടുത്തെ ശകാരങ്ങൾ സഹിക്കുവാനുള്ള ശക്തിയില്ല. അവിടുന്ന് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ താൽക്കാലിക കീഴടങ്ങൾ പിതാവിനെ മോചിപ്പിക്കുവാനുള്ളൊരു യുദ്ധതന്ത്രമാണെന്നത് മാതാവിന് ഇനിയും മനസ്സിലായിട്ടില്ല.
സാരമില്ല, പിതാവിനെ വിട്ടുകിട്ടിയാലുടൻ ഞാൻ പൂർവാധികം ശക്തിയായി ആക്രമണങ്ങൾ തുടരും. മറാഠയിലെ ഗ്രാമങ്ങളും നഗരങ്ങളും ഓരോന്നോരോന്നായി ആ കാപാലികരിൽ നിന്നും മോചിപ്പിക്കും. എത്ര പോരിടേണ്ടി വന്നാലും, ജീവൻ ത്യജിക്കേണ്ടി വന്നാലും, മാതൃരാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും നീതിയും തിരികെ ലഭിക്കും വരെ അമ്മയുടെ ഈ മകന് വിശ്രമമുണ്ടാവില്ല. മാ ഭവാനി സത്യം. നിൽക്കൂ മകനെ, ഇതാണ് ബാഘ്നഖ്. എന്റെ മകൻ ഏറ്റുമുട്ടാൻ പോകുന്നത് ചതിയന്മാരോടാണ്. ചതിയന്മാരോട് ഒരിക്കലും ദയ പാടില്ല. ഈ ആയുധത്തെ നിസ്സാരമായി കാണരുത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇതെപ്പോഴും കയ്യിൽ കരുതുവാനാകൂ. ഹസ്തശസ്ത്ര ഏ മുക്ത ഹാത്ത് എന്ന് അഗ്നിപുരാണത്തിൽ പോലും ഈ ആയുധത്തിനെ പ്രകീർത്തിക്കുന്നു. നരസിംഹത്തിന്റെ ആയുധവും നഖങ്ങളായിരുന്നു. ഈ ആയുധം ഒരുപക്ഷേ എന്റെ മകന്റെ ജീവൻ പോലും രക്ഷിച്ചേക്കാമെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നു. എപ്പോഴും ഇത് കയ്യിൽ കരുതുക മകനെ. സ്വരാജ്യം എന്റെ ജനങ്ങളുടെ ജന്മാവകാശമാണ്. അത് ഞാൻ നേടിയെടുക്കും മാതാവേ. ബീജാപ്പൂർ ചതിക്കപ്പെട്ടിരിക്കുന്നു. അച്ഛനെ വിട്ടുകിട്ടുവാനുള്ള ശിവാജിയുടെ അടവായിരുന്നു സമാധാന വാഗ്ദാനം. ടോർണ, പുരന്ദർ, രാജ്ഗഡ് തുടങ്ങി മിക്ക കോട്ടകളും ശിവാജിയും കൂട്ടരും പിടിച്ചെടുത്തിരിക്കുന്നു. ശിവാജിയെ ഇങ്ങനെ വിട്ടാൽ ബീജാപ്പൂർ സാമ്രാജ്യം തന്നെ നഷ്ടമാകും. അഫ്സൽ ഖാൻ, ശിവാജിയെ ജീവനോടെയോ വധിച്ചോ ബീജാപ്പൂരിൽ കൊണ്ടുവരുവാൻ നാം ഉത്തരവിടുന്നു. ഉത്തരവ് പോലെ മഹാരാജ്. കുതിരയുടെ പുറത്തു നിന്നും ഇറങ്ങാതെ തന്നെ എനിക്കവനെ പിടിച്ചുകെട്ടി അവിടുത്തെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ സുൽത്താനോടുള്ള വാക്കുകൾ ലംഘിച്ചവന് മരണമാണ് ശിക്ഷ. ആചാര്യ ജ്യോതിഷി കൃഷ്ണഭട്ട, ഹിന്ദുവായ താങ്കൾ സമാധാന ദൂതുമായി ശിവാജിയുടെ പ്രതാപ് കോട്ടയിൽ പോയി കാണണം. താങ്കളാകുമ്പോൾ ശിവാജിക്ക് വിശ്വാസത കൂടും. സമാധാന ഉടമ്പടിക്കായി അഫ്സൽ ഖാൻ നിരായുധനായി ശിവാജിയുമായുള്ള കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നു. പ്രതാപ് കോട്ടയുടെ താഴ്വാരത്തുള്ള വനത്തിൽ വെച്ചാകാം കൂടിക്കാഴ്ച. ശിവാജിയും നിരായുധനായിരിക്കണം. കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷത്തു നിന്നും വിരലിലെണ്ണാവുന്ന തുല്യ പടയാളികൾ മാത്രമേ ഉണ്ടാകാവൂ. സേനകൾ നിശ്ചിത ദൂരത്തിൽ മാത്രമേ നിൽക്കാവൂ. സേനകളുടെ ദൂരപരിധിയും പടയാളികളുടെ എണ്ണവും ശിവാജിക്ക് തീരുമാനിക്കാം. തുടങ്ങിയ നിബന്ധനകൾ ദൂതിലുണ്ട്. ആജ്ഞ പോലെ സേനാനായകൻ, ഞാനിതാ പുറപ്പെടുന്നു. പ്രണാമം ശിവാജി മഹാരാജ്. ഞാൻ ബീജാപ്പൂർ സുൽത്താൻ ആദിൽ ഷായുടെ സേനാനായകൻ അഫ്സൽ ഖാന്റെ ആചാര്യനും ജ്യോതിഷിയും ദൂതനുമായ കൃഷ്ണഭട്ട്. ഇതാണ് അഫ്സൽ ഖാൻ അങ്ങേക്ക് കൈമാറുവാൻ അയച്ച ദൂത്. ആചാര്യ കൃഷ്ണഭട്ട, ബീജാപ്പൂർ സേനാനായകൻ അഫ്സൽ ഖാന്റെ സമാധാന ശ്രമത്തിന് ഞാൻ പൂർണ്ണ പിന്തുണ നൽകുന്നു. അഫ്സൽ ഖാന്റെ ദൂതിലുള്ള എല്ലാ നിബന്ധനകളും എനിക്ക് സമ്മതമാണെന്ന് ഖാനെ അറിയിക്കുക. എഴുതി തയ്യാറാക്കിയ സമ്മതപത്രം മന്ത്രി ഗോപാൽ പന്ത് ബീജാപ്പൂരിലെത്തി അഫ്സൽ ഖാന് കൈമാറുമെന്നും അറിയിച്ചുകൊള്ളുക. പ്രണാമം മഹാരാജ്. അങ്ങേക്കിതിൽ യാതൊരു ചതിയും കാണാൻ കഴിയുന്നില്ലേ മഹാരാജ്? പിന്നില്ലേ. പക്ഷേ
ചതിയാണെങ്കിലും എതിരാളിയുടെ ഏതൊരു ക്ഷണവും നിരസിക്കുന്നത് ഒരു പോരാളിക്ക് ചേർന്നതാണോ മന്ത്രി? സ്വരാജ്യത്തിനായി ജീവൻ പണയം വെച്ചവന് ഭയം പാടില്ലല്ലോ. ജന്മം തന്ന മാതാവിന്റെയും പൂജിക്കുന്ന മാ ഭവാനിയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ ബീജാപൂരിന്റെ തന്ത്രങ്ങൾക്കൊന്നും മറാഠയുടെ ശക്തിയെയും ബുദ്ധിയെയും മറികടക്കാനാവില്ല ഗോപാൽജി. ഗോപാൽജി, താങ്കൾ 2 വ്യവസ്ഥകൾ ചെയ്യണം. ഒന്നാമതായി എനിക്ക് വസ്ത്രത്തിനുള്ളിൽ ഒളിച്ചു ധരിക്കുവാനായി ഒരു ഇരുമ്പ് പടച്ചട്ട ഏർപ്പാടാക്കണം. രണ്ടാമതായി നമ്മുടെ സേനയെ യുദ്ധസന്നദ്ധരായി നിർത്തണം. അഫ്സൽ ഖാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം ഞാൻ പീരങ്കിയിൽ വെടിയുതിർക്കും. പീരങ്കി ശബ്ദം കേൾക്കുമ്പോൾ സേന ആദിൽ ഷാ സുൽത്താനേറ്റിന്റെ സേനയുമായി ഏറ്റുമുട്ടണം. ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നുകൊള്ളാം. ബീജാപൂരുമായി സമാധാന ഉടമ്പടിക്ക് സമ്മതിച്ച ശിവാജി മഹാരാജാവിന് വണക്കം. വണക്കം ബീജാപൂർ സേനാനായകൻ അഫ്സൽ ഖാൻ സാഹിബ്. സമാധാനം കാക്ഷിക്കുന്ന അങ്ങ് മഹാനാണ്. ബീജാപൂർ ജനത അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഖാൻ സാഹിബ്, മറാഠ ജനത ഒന്നടങ്കം സമാധാനപ്രിയരാണ്. അവർക്കും അവരുടെ സമ്പത്തിൽ പൂർണ്ണ അധികാരവും അഭിമാനത്തോടെ ജീവിക്കുവാനുമുള്ള അവകാശവുമുണ്ട്. അവരുടെ അമ്മയുടെയോ സഹോദരിയുടെയോ അഭിമാനത്തിന് കളങ്കം നേരിട്ടേക്കുമെന്ന് സംശയം തോന്നുകയോ സമ്പത്തിൽ മറ്റാളുടെ കണ്ണു പതിയുകയോ ചെയ്തെങ്കിൽ മാത്രമേ അവർ ആയുധമെടുക്കാറുള്ളൂ. ഒക്കെ കഴിഞ്ഞുപോയ കാലത്തെ ദുസ്വപ്നങ്ങളായി കണ്ട് നമുക്ക് സമാധാനത്തിന്റെ പുതിയൊരു നാട് പടുത്തുയർത്താം.
അമ്മേ, മറാഠയിലെ ജനങ്ങളുടെ സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും നിരന്തരം ക്ഷതമേൽപ്പിച്ചിരുന്ന നിരായുധനായ എന്റെ സഹോദരനെ സ്വന്തം അച്ഛന്റെ മുന്നിലിട്ട് ക്രൂരമായി വധിച്ച നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് സേനാധിപതിയും ജാഗീദാറുമായിരുന്ന എന്റെ പിതാവിനെ അപമാനിച്ചു കാരാഗ്രഹത്തിലടച്ച മറാഠയിലെ സ്വരാജ്യപ്രയാണത്തിന്റെ അന്ത്യത്തിനായി ചതിയിൽ കൂടി അമ്മയുടെ മകൻ ശിവാജിയെ വകവരുത്തുവാൻ പദ്ധതി ആസൂത്രണം ചെയ്ത ബീജാപ്പൂർ സേനാനായകൻ അഫ്സൽ ഖാന്റെ ഛേദിക്കപ്പെട്ട ശിരസാണ് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നത്. എല്ലാ ചതികൾക്കും അതേ നാണയത്തിൽ ഞാൻ പകരം വെട്ടി. അമ്മ അനുഗ്രഹിച്ചു നൽകിയ വാഗ്ദാനം കൊണ്ടാണമ്മേ ഞാൻ ആ ചതിയനെ കാലപുരിക്കയച്ചത്. സമാധാനമായി മകനെ, അമ്മയ്ക്ക് സമാധാനമായി. പക്ഷേ എന്റെ പുത്രൻ, ഞാൻ ഇനി പറയുന്നത് അനുസരിക്കണം. അഫ്സൽ ഖാന്റെ ഈ ശിരസ് ഉടലിനോടൊപ്പം ചേർത്ത് അഫ്സൽ ഖാന്റെ മതാചാര പ്രകാരം ഖബറടക്കണം. അമ്മ എന്താണ് പറയുന്നത്? സനാതനധർമ്മം, അതിലെ മഹത്തായ മൂല്യം. പ്രാണൻ വെടിഞ്ഞ ഒരു മൃതദേഹം ശത്രുവിന്റേതായാലും അതിനെ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യാതെ ബഹുമാനത്തോടെ സംസ്കരിക്കണമെന്നാണ് നമ്മുടെ ധർമ്മം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണാം താനി വൈരാണി എന്നല്ലേ രാവണനെ വധിച്ച ശേഷം ശ്രീരാമനും പറഞ്ഞത്? ജീവൻ നിലനിൽക്കും വരെ ഏതൊരുവനും ചതിയും വഞ്ചനയും ദുഷ്ടതകളും ചെയ്യുവാൻ കഴിയൂ മകനെ. പ്രാണൻ വെടിഞ്ഞാൽ ഏതൊരു അഹങ്കാരിയുടെ ശരീരവും ഊർജ സ്രോതസ് നഷ്ടപ്പെട്ടൊരു ഘടികാരത്തെ പോലെ നിശ്ചലമാകും. പിന്നെ അത് കേവലം മൃതശരീരമാണ്. ബഹുമാനിക്കണം. മന്ത്രി, അഫ്സൽ ഖാന്റെ ശിരസ്സും ശേഷിച്ച ഭൗതിക ശരീരവും അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം ഖബറടക്കണം. ഉത്തരവ് പോലെ. അഫ്സൽ ഖാന്റെ വധത്തിനുശേഷം നടന്ന പ്രതാപ്ഗഡ് യുദ്ധത്തിൽ ശിവാജിയുടെ സൈന്യം ബീജാപ്പൂർ സുൽത്താനറ്റിന്റെ സൈന്യത്തെ നിർണായകമായി പരാജയപ്പെടുത്തി. ബീജാപ്പൂർ സൈന്യത്തിലെ അനേകം സൈനികരെ വകവരുത്തിയതു കൂടാതെ ഉയർന്ന റാങ്കിലുള്ള ഒട്ടേറെ സൈനിക മേധാവികളെയും അഫ്സൽ ഖാന്റെ 2 ആൺമക്കളെയും ശിവാജി തടവുകാരാക്കി. തുടർന്നും ശിവാജി സ്വരാജിനായി നിരന്തരം യുദ്ധങ്ങളിലേർപ്പെട്ടു. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾ, ധർമ്മസംരക്ഷണത്തിന്റെ അനേകം വർഷങ്ങൾ. എണ്ണിയാലൊടുങ്ങാത്ത യുദ്ധങ്ങളിൽ വിജയശ്രീലാളിതനായ വീര ശിവാജിയെ മറാഠാദേശം 1674 ജൂൺ 6 തീയതി റായ്ഗഡ് കോട്ടയിൽ നടന്ന ഒരാഡംബര ചടങ്ങിൽ ഛത്രപതിയായി കിരീടധാരണം നടത്തി. ശിവാജി മഹാരാജാവിന്റെ ഛത്രപതി കിരീടധാരണ രംഗമായ അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നൃത്തശില്പം പരിപൂർണമാകുകയാണ്. आस्ते कदम, आस्ते कदम, आस्ते कदम. महाराज गणपति गजाश्वपति भूपति प्रजापति सुवर्ण रत्न श्रीपति अष्टावधान जागृत अष्टप्रधान वेष्टित न्यायालंकार मंडित शस्त्रास्त्र शास्त्र पारंगत राजनीति धुरंधर प्रौढ़ प्रताप पुरंदर क्षत्रिय कुलावतौ सिंहासनाधीश्वर महाराजाधिराज राजा शिव छत्रपति महाराज की जय. नमो पार्वती पते. हर हर
പ്രണാമം ശിവാജി മഹാരാജ്. ഗാഗാഭട്ട്ജി, അങ്ങേക്കും എന്റെ പ്രണാമം. കാശിയിലെ ഏറ്റവും പ്രശസ്തനും മഹാനുമായ സംസ്കൃത വേദപണ്ഡിതനായ അങ്ങ് ഇത്ര ദൂരം സഞ്ചരിച്ച് ഈ കാർമ്മികത്വത്തിന് നേതൃത്വം നൽകുവാൻ എത്തിയതിൽ നാം അതീവ സന്തുഷ്ടനാണ്. ഇത് വെറും ഒരു കാർമ്മികത്വമല്ലല്ലോ പ്രഭു. രാജകീയ കുടയുടെ കീഴിൽ വിരാജമാനായ പരമാധികാര സാമ്രാജ്യാധിപന് നൽകുന്ന വിശേഷ പദവിയായ അവിടുത്തെ ഛത്രപതി കിരീടധാരണം നടത്തുവാൻ എനിക്ക് അവസരം ലഭിച്ചത് എന്റെ ഭാഗ്യമാണ് മഹാരാജ്. മഹത്വമല്ലേ ഈ ചടങ്ങ്? ഞാൻ ഈ സിംഹാസനം സ്വീകരിക്കുന്നത് മഹത്വത്തിനായല്ല ഗാഗാഭട്ട്ജി. എനിക്ക് കീർത്തിയും വേണ്ട. പക്ഷേ ഈ സിംഹാസനം ധൈര്യത്തിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും കൊത്തിയെടുത്ത് രൂപപ്പെടുത്തിയതാണെന്ന് സനാതനധർമ്മത്തെ അവഹേളിക്കുവാൻ ശ്രമിച്ചവരൊക്കെ നന്നായി അറിയണം. അധികാരത്തിനെയും ശക്തിയെയും മാത്രമേ ദുഷ്ടരായ അധമർ ഭയക്കൂ എന്നതിനാലാണ് ഞാൻ ഈ സിംഹാസനം സ്വീകരിക്കുന്നത്. എന്റെ സാമ്രാജ്യത്തിൽ ധർമ്മം നിലനിൽക്കുന്നതിനും ഏവരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും എന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായും ഈ ദേശത്തെ സഹോദരിമാരും അമ്മമാരും കുഞ്ഞുങ്ങളും ഭയപ്പാടില്ലാതെ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്ന നമ്മുടെ സ്വരാജ്യത്തിനും വേണ്ടി മാത്രമാണ് ഛത്രപതി എന്ന പദവിയും ഈ സിംഹാസനവും ഞാൻ സ്വീകരിക്കുന്നത്. എന്റെ ജീവിതം, എന്റെ സമ്പത്ത്, എന്റെ ആയുധങ്ങൾ, എന്റെ ശ്വാസം എല്ലാം എന്റെ മാതൃരാജ്യത്തിനു വേണ്ടിയാണ്. അതിലുപരി എനിക്കൊന്നുമില്ല, ഒന്നും. മാ ഭവാനി കി ജയ്. സ്വരാജ്യത്തിന്റെ സിംഹം ഛത്രപതി ശിവാജി മഹാരാജ് നീണാൾ വാഴട്ടെ. ജയതു ജനനി ജന്മഭൂമി പുണ്യഭുവനം ഭാരതം. ജയതു ജംബൂദ്വീപമഖിലം സുന്ദരം ധാമാമൃതം. ജയതു ജംബൂദ്വീപമഖിലം സുന്ദരം ധാമാമൃതം. പുണ്യഭുവനം ഭാരതം. പുണ്യഭുവനം ഭാരതം. സരിഗപനി ഗപനി സ